ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിരി സംഭൂത രാമാംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 163 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ 67 സർഗങ്ങൾ കണ്ടു കഴിഞ്ഞു. 67ാം സർഗത്തോടുകൂടി കുംഭകർണന്റെ വധം വർണ്ണിച്ചു കഴിഞ്ഞു. 68 കുംഭകർണവധം കേട്ടറിഞ്ഞ രാവണന്റെ വിലാപമാണ് ഉള്ളത്. പറയാണ്, കുംഭകർണം ഹതം ദൃഷ്ട്വാ രാഘവേണ മഹാത്മന രാക്ഷസേന്ദ്രായ രാവണായ നിവേദയിൽ. മഹാത്മാവായിരിക്കുന്ന ശ്രീരാമൻ കുംഭകർണനെ വധിച്ചു എന്ന വിവരം രാക്ഷസേന്ദ്രനായ രാവണൻ അറിയിച്ചു എന്നാണ്. അവർ വിസ്തരിച്ച് പറയാണ്, മഹാകേമനായിരിക്കുന്ന അങ്ങയുടെ അനുജൻ, ദേവന്മാർക്ക് പോലും ഭീഷണിയായിട്ടുള്ളവൻ എന്നൊക്കെ പ്രശംസിച്ചുകൊണ്ട് കുറെ വാക്ക് പറയാൻ. രാജൻ സകാലസങ്കാശ സംയുക്ത കാലകർമ്മണ. ദേവന്മാർക്ക് വലിയ വിഷമുണ്ടാക്കിയുള്ള ആളാണ് അയാള്. യുദ്ധക്കളത്തിൽ ചെന്നിട്ട് വാനരന്മാർ കുറെ ക്ലേശമൊക്കെ ഉണ്ടാക്കി അവരൊക്കെ ഭയപ്പെടുത്തി. പക്ഷെ അവസാനം എന്ത് ചെയ്തിരിക്കുന്നു? രാമാസ്ത്രങ്ങളെ ഇട്ടിട്ട് മരിച്ചു. കുംഭകർണസ്തവ ഭ്രാത കാകുസ്തകര പീഡിത. കാകുസ്തത്തെ രാമന്റെ അമ്പുകൊണ്ട് പീഡിതനായതാ. നിലത്ത് സമുദ്രത്തിൽ വീണിരിക്കുന്നു. പകുതി മുങ്ങിയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. കാര്യങ്ങളൊക്കെ വളരെ വിഷമകരമായ സ്ഥിതിയിലാണെന്ന് കേട്ടു. ഇതൊക്കെ രാക്ഷസന്മാർ വന്ന് പറഞ്ഞു കേട്ടപ്പോൾ രാവണന്റെ പുത്രന്മാരും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠവും അദ്ദേഹത്തെ അനുജന്മാരുടെ പുത്രന്മാരും അങ്ങനെ കുറേ ആൾക്കാർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് പോയി വരാമെന്ന് പുറപ്പെടാൻ. ശ്രുത്വാവിനിഹതം സംഖ്യേ കുംഭകർണം മഹാബലം രാവണ ശോകസന്തത്തോ മുമോഹചപാസച. രാവണവധം കേട്ടവനായ കുംഭകർണവധം കേട്ടവനായ രാവണൻ തൽക്കാലത്തെ മോഹിച്ച് വീണു നോക്കിയാണ്. അപ്പോഴാണ് പിതൃവ്യം നിഹതം ഹിത്വ. തങ്ങളുടെ ഇളയച്ചനായ കുംഭകർണൻ വധിക്കപ്പെട്ടു കേട്ടിട്ട് രാവണന്റെ മക്കളായ ദേവാന്തകൻ, നരാന്തകൻ, ത്രിശിരസ്, അതികായൻ മുതലായവരൊക്കെ കൂടി യുദ്ധത്തിന് പുറപ്പെടുകയാണ്. പ്രധാനമായിട്ട് 6 പേരാണ് പിന്നീട് യുദ്ധത്തിന് പോകുന്നത്. ത്രിശിരസ്, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, അധികായൻ. ഈ 6 പേരും വാനര സൈന്യത്തിൻ്റെ രാമലക്ഷ്മന്മാരൊക്കെ എതിർക്കാൻ പോകുന്നു. അവരൊക്കെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ യുദ്ധഭാഗത്ത് ഉത്കണ്ഠയ്ക്കൊന്നും അവകാശമില്ലാത്തതുകൊണ്ട് നമുക്കൊരു ആകാംക്ഷയൊന്നുമില്ല. കാരണം ജയിക്കുന്നതൊക്കെ വാനരന്മാരാണ്. ആത്യന്തികമായി രാമപക്ഷമായി ജയിച്ചതെന്ന് നമുക്കറിയാം. പിന്നെ കവി വളരെ വിസ്തരിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അത് സാമാന്യമായിട്ട് ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമേ വേണ്ടതുള്ളൂ. കാരണം കഥയുടെ പരിണാമം എന്തായിത്തീർന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വേവലാതികളൊന്നുമില്ല. നമുക്ക് ആദ്യം അറിയുന്നതാണ്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ വർണ്ണനകളൊക്കെ കേൾക്കാം സാമാന്യമായിട്ട്. അതും വളരെ വിസ്തരിക്കേണ്ട വിഷയമൊന്നുമില്ല. വാനരന്മാർ ഇതൊക്കെ ചെയ്തു. ഇവർ 5-6 ആൾ കൂടിയിട്ടാണ് യുദ്ധത്തിന് പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെട്ടു. അതിനിടയ്ക്ക് രാവണൻ്റെ കുറേ വിലാപവാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാവണൻ ഇവരൊക്കെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പറയുന്നുണ്ട്, ഇനി എനിക്കിപ്പോൾ ആരുണ്ടായിട്ട് എന്താണ്? രാജ്യേന നാസ്തിമേ കാര്യം കിങ്കരിഷ്യാമി സീതയാ. തനിക്ക് വളരെ പ്രിയപ്പെട്ടവനായ കുംഭകർണൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ രാവണൻ ഇതൊക്കെ പറയാൻ, എനിക്ക് രാജ്യം കൊണ്ടെന്ത്, ഇനി സീതയെ കൊണ്ട് തന്നെ എനിക്കെന്ത് കാര്യം, എന്നാലും നഷ്ടപ്പെട്ടല്ലോ എന്നാണ്. ജീവിതേന അസ്തിമേ മതി, എനിക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധി തോന്നുന്നില്ല, ജീവിക്കണം തന്നെ വിചാരമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ ആൾക്കാർ രാവണനോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ട് യുദ്ധം ജയിച്ചു വരാം, അവരെ വധിക്കാം എന്നൊക്കെ എല്ലാവരും യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പറയാനുള്ളവർ വീരവാദങ്ങളൊക്കെ നോക്കി ഗംഭീരമായിട്ട് അങ്ങനെ യുദ്ധത്തിലെ പുറപ്പാട് വർണ്ണിക്കാൻ. ഓരോ ആൾ പുറപ്പെടുമ്പോഴും അവരുടെ തേരിൻ്റെയൊക്കെ മൊത്തങ്ങൾ അല്ലെങ്കിൽ ആനപ്പുറത്ത് ഇരുന്നതിനൊക്കെ ഗാംഭീര്യം, ഇങ്ങനെ പലതരത്തിൽ വർണ്ണിച്ചുകൊണ്ടാണ് യുദ്ധം തുടങ്ങുന്നത്. അവരൊക്കെ എന്ത് ചെയ്യുന്നു?
കാമം തിഷ്ട മഹാരാജ നിർഗമിഷ്യാമ്യഹന്നണേ. ഒരാൾ രാവണനോട് പറഞ്ഞു, അങ്ങ് സ്വസ്ഥനായിരിക്കൂ, ഞങ്ങൾ പോയിട്ട് വരാമെന്നാണ്. ത്രിശിരാവാക്യം അബ്രവീത്. ത്രിശിരസാണ് ആദ്യം പറഞ്ഞത്. ശ്രുത്വാ ത്രിശിരസോ വാക്യം. ത്രിശിരസ് പറഞ്ഞു, ഞാൻ വാനരന്മാരെ രാമലക്ഷ്മണന്മാരെ ഒതുക്കിക്കോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം സന്തോഷമായി. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. കൂടെ ആരും പുറപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ അധികായച്ച തേജസ്വി അധികായനുണ്ടായിരുന്നു. പിന്നീട് ഒരു അന്തകനുണ്ടായി, മത്തൻ എന്ന് പറയുന്ന രസനുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ആൾക്കാർ രാക്ഷസന്മാർ, ഇവരൊക്കെ കൂടിയിട്ട് അങ്ങ് പുറപ്പെട്ടു. അവരെയൊക്കെ പുത്രന്മാർ കാലിംഗനം ചെയ്തു. അവർക്ക് ഭൂഷണങ്ങളൊക്കെ അണിയിച്ചു കൊടുത്തു രാവണൻ. യുദ്ധന്മത്തനും മത്തൻ എന്നൊക്കെ പറയുന്ന ആളുണ്ടായിരുന്നു. ഇവരൊക്കെ കൂടിയിട്ട് 6 പേരാണ് കാര്യമായിട്ടുള്ളത്. ത്രിശിരസ്, അധികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ. അവർ ചെയ്ത യുദ്ധത്തെക്കുറിച്ചാണ് ഈ 2-3 സർഗങ്ങളിൽ വർണ്ണിക്കുന്നത്. അതിൽ മഹോദരൻ ഐരാവതോളത്തിൽ പിറന്ന ഗംഭീരനായിരിക്കുന്ന സുദർശനൻ എന്ന പേരുള്ള ആനയുടെ പുറത്താണ് പുറപ്പെട്ടത്. മറ്റേ ത്രിശിരസ് കുതിരകൾ വയ്ക്കുന്ന വലിയ രഥത്തിൽ കയറി. വേറെ ചിലർ പർവ്വതം പോലെ വലിപ്പമുള്ളതായ തേരിൽ തന്നെ കയറി. ചിലർ ഇങ്ങനെ പലതരത്തിലാണ് പുറപ്പെട്ടതെന്നർത്ഥം. അധികായൻ സ്വർണം കൊണ്ടുണ്ടാക്കിയ കിരീടം വെച്ചുകൊണ്ട് ശോഭിച്ചു. യുദ്ധത്തിനാണ് പോകുന്നതെങ്കിലും അലങ്കാരത്തിനൊന്നും കുറവില്ല. അവർ വെള്ളക്കാമന്മാരായിട്ട് പുറപ്പെടുകയാണ്. നരാന്തകനാകട്ടെ വലിയ കോപ്പണിഞ്ഞൊരു കുതിരപ്പുറത്ത് കയറി. ഒരാൾ ആനപ്പുറത്ത്, ഒരാൾ കുതിരപ്പുറത്ത്, ഒരാൾ തേരിൽ എന്നൊക്കെ വ്യത്യാസം പറയുകയാണ്. ഹി ത്വാപ്രാസമുൽക്കാഭം വിരരാജനരാന്തക. നരാന്തകൻ വളരെ ജ്വലിക്കുന്ന ഒരു കുന്തം കയ്യിലെടുത്തു. അതുകൊണ്ടാണ് അയാൾ കാര്യമായിട്ട് ശത്രുക്കൾ നേരിടുന്നത്. മയിൽപ്പുറത്തേറിയ സുബ്രഹ്മണ്യനെ പോലെ പുറപ്പെട്ടു നോക്കിയ സുബ്രഹ്മണ്യൻ ദേവന്മാരുടെ സേനാധിപനാണ്. ആ ദേവസേനാ നായകനായ സുബ്രഹ്മണ്യനെ പോലെയാണ് നരാന്തകൻ പുറപ്പെട്ടത്. വേറെ മഹാഭാഷനാകട്ടെ ഗംഭീരമായി ഗതയും എടുത്തിട്ട് യുദ്ധത്തിലിറങ്ങി. അവരൊക്കെ പോകുന്ന സമയത്ത് വിചാരിച്ചെന്താണ്, ജയിക്കുമെന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മഹാദേവന്മാരായിരിക്കുന്ന കുറേ ആൾ കൊല്ലപ്പെട്ടുവല്ലോ. അതുകൊണ്ട് തന്നെ വിജയത്തിനുള്ള ദൃഢമായ പ്രതീക്ഷയൊന്നുമില്ലാതെ മരിക്കാതെ തയ്യാറായിട്ട് പുറപ്പെട്ടു എന്നാണ്. ശരദപ്രതീകാശം ഹംസാവലീവാംബരേ മരണം വാ വിനിശ്ചിത്യ ശത്രുണം വാ പരാജയം. ഒന്നുകിൽ ഞങ്ങൾ ശത്രുക്കളെ കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലപ്പെടും ഉറപ്പിച്ചുകൊണ്ട് പുറപ്പെട്ടു. അതെന്തിനാ ഉറപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്മാറില്ല എന്നുള്ള ആ ഉറപ്പ് കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഒന്നുകിൽ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ തോൽക്കുമെന്ന് ആർക്കും പറയാലോ. അവിടെ ഞങ്ങൾ ഏതായാലും പിന്മടങ്ങില്ല എന്നർത്ഥം. അങ്ങനെ പുറപ്പെട്ടു. അവർ ജഗർച്ച പ്രണയദുഷ്ടാചിക്ഷുഷോശ്ചാപി സഹായകൻ. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ഒന്ന് പുറപ്പെട്ടു. വീരവാദം മുഴക്കി ഗംഭീരങ്ങളായ അമ്പുകളെടുത്ത് കൈ പിടിച്ചു. ആർപ്പുള്ളി ഉണ്ടായി, കൈകൊട്ടലൊക്കെ ഉണ്ടായി. കാരണം വിജയന്മാരെ പേടിപ്പിക്കാൻ വേണ്ടി, ആവേശം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒക്കെ ചെയ്തു. രാക്ഷസന്മാരുടെ ഈ സിംഹനാദം കൊണ്ട് ആകാശമൊക്കെ പളർക്കുന്ന പോലെ തോന്നിയെന്നൊക്കെയാണ്. രക്ഷസാം സിംഹനാദേശ സംസ്ഫോടിതമിവ അംബരം അഭിനിഷ്കമ്യ മുദിത രാക്ഷസേന്ദ്രാഹാബല. നമ്മളിവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അവർക്കൊന്നും നൈരാശ്യമോ ഭീതിയൊന്നും ഉണ്ടായിരുന്നില്ല. ജയിക്കുന്നുള്ള ചില പ്രതീക്ഷയൊക്കെ ചില സമയത്തുണ്ടാവും. അതുകൊണ്ട് ഗംഭീരമായി ആർത്തലച്ചു. പിന്നെ അവരുടെ ഈ പോക്കും അവരുടെ വീരവാദങ്ങളൊക്കെ കേമായിട്ട് വർണ്ണിക്കുന്നത്. ഇവരൊന്നും സാമാന്യന മോശക്കാരായുള്ള മഹാകേമന്മാരാണ്. അങ്ങനെ കേമന്മാരാണെന്ന് വന്നാൽ മാത്രമേ അവർ ജയിച്ചു എന്നുള്ളതിന് കേമത്തുള്ളൂ. അല്ലാതെ ഇവർക്ക് നിസ്സാരന്മാരായിരുന്നെങ്കിൽ അവരെ ഈ വാനരന്മാരും രാമലക്ഷ്മന്മാരും ജയിച്ചു എന്നുള്ളത് ഒരു പ്രശംസനീയമായ കാര്യമല്ല. നിസ്സാരന്മാരെ ബലവീര്യങ്ങളില്ലാത്തവരാർക്കും വധിക്കുകയോ ജയിക്കുകയോ ചെയ്യാമല്ലോ. മറിച്ച് ഇവരൊക്കെ കേമന്മാരാതെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓരോരോ രാക്ഷസൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അയാളുടെ കേമത്വത്തെ 5-6 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. പക്ഷെ ഇവരുടെ കേമത്വങ്ങളൊക്കെ രാമലക്ഷ്മണന്മാരുടെയും ഈ വാനര നായകന്മാരുടെയും അപ്രമേയമായ ബലത്തിന് മുമ്പിൽ നിസ്സാരമായി പോയി എന്ന് മാത്രം. ആ പുരാണങ്ങളിലൊക്കെ കാണാം. ശത്രുവിൻ്റെ കേമത്വം വർണ്ണിച്ചാൽ മാത്രമേ നായകൻ്റെ ആ പ്രാഗൽഭ്യത്തിന് വലിയ വിലയുള്ളൂ. അഥവാ ഇത്തരം കേമന്മാരെയൊക്കെയാണ് വധിച്ചതെന്ന് വരുമ്പോഴാണ് അവരുടെ യുദ്ധപരാക്രമത്തിനൊരു പരഭാഗ ശോഭ ഉണ്ടാവുക.
അതുകൊണ്ടാണ് ഓരോ ദിക്കിലും ഇങ്ങനെ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ് ഹസ്ത്യശ്വരസംഭാസംകിങ്കിണീ ശതമാദിതം നീലജീമൂത സങ്കാശം സമുദ്യതമഹായുധം. വലിയ വലിയ ആയുധങ്ങൾ എടുത്തിട്ട് കാർമേഘത്തിൻ്റെ കറുപ്പ് നിറത്തോടുകൂടിയവരായിട്ട് വലിയ ശബ്ദത്തോടു കൂടിയിട്ട് ഹസ്ത്യശ്വരഥ സംബന്ധം, ചില ആനപ്പുറത്ത് ചില രഥത്തിൽ ചില കുതിരപ്പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ അമൃഷ്യമാണ് അവനഹർഷമുഗ്രം മഹാബല ഭീമതരം പ്രമേതു. മഹാബലവാന്മാരാവര് ഗംഭീരമായ ശബ്ദഘോഷങ്ങളോട് കൂടിയിട്ട് അങ്ങനെ പുറപ്പെട്ടു. ഇനി പറയാൻ പോകുന്നത് കുറച്ച് ദീർഘമായ സർഗങ്ങളാണ് ഈ 69ഒക്കെ. കാരണം ഓരോ 96 ശ്ലോകങ്ങൾ, അതിൽ 69 സർഗത്തിൽ തന്നെ ഉണ്ട്. ഓരോ ആൾ നേരിട്ട വിധങ്ങൾ ഒക്കെ പറയാൻ. അടിസ്ഥാനപരമായിട്ട് ഈ യുദ്ധത്തിന് മറ്റ് യുദ്ധങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത് ഓരോ ആളുടെയും കേമത്തെ കാണിക്കാമല്ലോ പറയാണ്. വാനന്മാരുടെ ഇത് വാനരൈരേവാജസ്തേനൈർഷഭ രാക്ഷസൻ രാക്ഷസേരൈവാജസ്തേവാനരാഭി. രസകരമായ കാര്യം, ചില വാനരന്മാരെ പിടിച്ചിട്ട് വാനന്മാരെ തന്നെ പ്രഹരിച്ചു രാക്ഷസന്മാരെന്ന്. എന്ന് പറഞ്ഞാൽ ഒരേ വിഭാഗത്തിൽ തന്നെ തമ്മിൽ അടുപ്പിച്ചു നിർത്തും. രാക്ഷസൻ രാക്ഷസേരൈവ, രാക്ഷസന്മാരെ കൊണ്ട് രാക്ഷസന്മാരെയും കൊല്ലിച്ചു എന്ന് വെച്ചാൽ അവരെ ആയുധം പോലെ ആക്കി പ്രഹരിച്ചു നിർത്തും. വലിയ വാനരനെ എടുത്തിട്ട് വേറെ വാനരന്മാരെ അടിച്ചു. അങ്ങനെയൊക്കെ ചില രസികത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ്. അവരിങ്ങനെ പരസ്പരം വലിയ പാറക്കെട്ടുകൾ പോലെ യുദ്ധം ചെയ്തു. ആക്ഷിപ്പത്തി ശിലാശൈലൻ ജഗ്നുസ്തേ രാക്ഷസാസ്തത തേഷം ച അച്ഛിദ്യ ശസ്ത്രാണി യഘ്നു രക്ഷംസി വാനര ശൈലശൃംഗയിച്ച ബിഭിദുശ്ച പരസ്പരം. അത് പാറക്കെട്ടുകളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ വാനരന്മാർക്ക് കുറച്ചൊരു മേൽക്കൈ ഉണ്ടോ എന്ന് സംശയം. അവരാണ് ജയിക്കുന്നത്. ഇപ്പോൾ തസ്മിൻ പ്രവർത്തേതുലേ വിമർദ്ദേ പ്രഹൃഷ്യമാണേഷു വലിയ മുഖേഷു. വാനരന്മാർ രാക്ഷസന്മാരെ ഓടിക്കുകയും അവർക്ക് വലിയ ഭീതി ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് ദേവന്മാർ മഹർഷിമാരൊക്കെ ആകാശമാർഗത്തിൽ വലിയ സന്തോഷം കൊണ്ട് ഘോഷം മുഴക്കിയതാണ്. രാക്ഷസന്മാരുടെ നാശവും രാമവക്ഷത്തിൻ്റെ ദൈവം കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അതുപോലെ നരാന്തകൻ എന്ത് ചെയ്തു? നരാന്തകോ വാനര സൈന്യമുഗ്രം മഹർണവം മീനൈവാവിവേശ. വലിയ മകരമത്സ്യങ്ങളോടുകൂടിയ സമുദ്രത്തിലേക്ക് എന്ന പോലെ നരാന്തകൻ വാനര സൈന്യമാകുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങിയതാണ്. എന്താ ഇത്? ജ്വലന്തം പ്രാസമുദ്യമ സംഗ്രാമഗ്രേ നരാന്തക. എന്നാൽ ജലിക്കുന്ന ആ ഒരു കുന്തം ഉയർത്തിപ്പിടിച്ചു. ആ കുന്തം കൊണ്ട് എറിഞ്ഞു. അനവധി വാനന്മാർക്ക് പരിക്ക് വെച്ച് അവരുടെ രക്തവും മാംസമൊക്കെ വീണ് കിടക്കുന്നുണ്ടെന്നൊക്കെയാണ്. പതതാം ഹരിവീരാണൻ രൂപാണി പ്രകാശിരേ വജ്രഭിന്ന അഗ്രകൂടാനാം ശൈലാനാം പതതാമിവ. വലിയ പാറക്കഷ്ണങ്ങളോ പർവ്വതത്തിൻ്റെ ഭാഗമോ ഇടിഞ്ഞു വീണതുപോലെ ഈ വാനന്മാരുടെ ശരീരമൊക്കെ വീണ് കിടക്കുന്നതായിരുന്നു. കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ അതിഗംഭീരമായിട്ടൊക്കെ അദ്ദേഹം സാധിക്കും പോലെ ചെയ്തു. ആ സമയത്താണ് ഈ നരാന്തകൻ്റെ പരാക്രമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ, വാനരാധിപനായ സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠപുത്രനായ അംഗദനോട് പറഞ്ഞു, നീ പോയിട്ട് ആ നരാന്തകനെ നേരിടുമെന്ന് പറഞ്ഞു. ബാലിപുത്രബ്രവീദ്വജ. അംഗദൻ വന്നിട്ട് ഈ നരാന്തകനോട് പറഞ്ഞു, പ്രാകൃതന്മാരെ പോലെ നിസ്സാരന്മാരായ വാനരന്മാരോട് യുദ്ധം ചെയ്യാതെ എൻ്റെ നേർക്ക് വരുമോ എന്ന് പറഞ്ഞു. അംഗദസ്യോജസ്വസ്വാവൃജുക്രോധ നരാന്തക. നരാന്തകനായിട്ട് ഈ വാക്ക് കേട്ടിട്ട് വല്ലാൻ ദേഷ്യം വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ യുദ്ധം ചെയ്തു. സബാലിപുത്രോരസി വജ്രകൽപ്പേ. ഗംഭീരമായ വജ്രസമാനമായിരിക്കുന്ന ഒരു ശൂല എടുത്തിട്ട് അംഗദനൊക്കെ പ്രയോഗിച്ചു. പക്ഷേ അംഗദൻ്റെ മാറിടത്ത് കൊണ്ടിട്ട് അത് തകർന്നു വീണു എന്നാണ് പറഞ്ഞു. അതായത് ആ കുന്തം പോലും ഇദ്ദേഹത്തിൻ്റെ ഉറപ്പുള്ള മാറിടത്തിൽ വിട്ടിട്ട് വീഴുക ചെയ്തത്. പൊട്ടി വീണപ്പോൾ എന്ന് മാത്രമല്ല, ആ അംഗദൻ നരാന്തകൻ്റെ മൂർധാവിൽ ഇടിച്ചു. മൂർധാവിൽ ഇടിയേറ്റപ്പോൾ തൽക്കാലത്തേക്ക് അയാൾ ബോധമില്ലാതെ വീണു. എന്നാലും പിന്നെ ബോധം വീണ് എഴുന്നേറ്റു. അപ്പോൾ മുഷ്ടി ചുരുട്ടിയിട്ട് അംഗദൻ വീണ്ടും നരാന്തകൻ്റെ നെഞ്ചത്തിടിച്ചു. അവസാനം നരാന്തകൻ മാറ് വളർന്ന് നിലത്ത് വീഴുകയും ചെയ്തു. നരാന്തകൻ ഒരാളുടെ കഥ കഴിച്ചു നിർത്തും. അംഗദന് നരാന്തകൻ്റെ കഥ കഴിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ദേവാന്തകൻ മുതലായ ഇദ്ദേഹത്തോട് നേരിടാൻ വേണ്ടി വന്നു. ബാലിപുത്രം മഹാവീര്യം അഭിദുദ്രാവ വേഗവാൻ ദേവാന്തക ത്രിമൂർധാജ പൗലസ്ത്യശ്ച മഹോദര
അനാന്തകൻ വീണു കണ്ടപ്പോൾ മഹോദരൻ, ത്രിശിരസ്, ദേവാന്തകൻ അങ്ങനെ 3 കൂടിയിട്ടാണ് അംഗദനോട് യുദ്ധത്തിന് വരുന്നത്. വാലിപുത്രനായ അംഗദനെ നേരിട്ടു. അംഗദൻ എപ്പോഴും പരിഭ്രമിക്കുകയും ചെയ്തില്ല. 3 പേര് എതിർവശത്തുണ്ടെങ്കിലും കേമായിട്ട് യുദ്ധം ചെയ്തു. ഇങ്ങനെ 3 പേരോട് ഒറ്റയ്ക്കാണ് ഇദ്ദേഹം യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോൾ പലതും നടക്കുന്നുണ്ട്. ആനയുടെ കൊമ്പ് പറിച്ചെടുത്തു, അതിലേക്ക് ആ കൊമ്പ് കൊണ്ട് ശത്രുക്കളെ കുത്തി അംഗദൻ ഒക്കെയാണ്. അപ്പോഴാണ് മറ്റു വാനരന്മാർ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വന്നു. ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, മറ്റൊരു 3 ആൾക്കാരുണ്ടെന്ന് കണ്ടപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ, നീലൻ മുതലായവർ വന്നു. അതാണ് പിന്നെ പറയുന്നത്. അങ്ങനെ ആ ദേവാന്തകൻ അംഗദനെ വലിയ പരിഹം കൊണ്ട് പ്രഹരിച്ചു. ആ പ്രഹാരം ഇട്ടിട്ട് അയാൾ വീഴുക ചെയ്തു. പിന്നെ നീലനും യുദ്ധത്തിന് സഹായിച്ചു കൊടുത്തു. നീലൻ മഹോദരനെയാണ് നേരിട്ടത്, ഹനുമാൻ ദേവാന്തകനെ നേരിട്ടു. ത്രിശിരസും ദേവാന്തകനും തമ്മിൽ യുദ്ധമുണ്ടായി. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഹനുമാൻ ത്രിശിരസിനെ വധിച്ചു. അപ്പോൾ മത്തൻ എന്നുള്ള ആളെ യുദ്ധത്തിൽ വന്നപ്പോൾ, മത്തൻ അഹങ്കാരമുള്ളതെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഋഷഭൻ എന്ന് പറയുന്ന വാനരൻ അയാളായിട്ട് യുദ്ധം ചെയ്തു, അയാളെ വധിച്ചു. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പാറക്കല്ലുകൾ ഉപയോഗിച്ചു, വജ്രം ഉപയോഗിച്ചു, കൊന്ത ഉപയോഗിച്ചു എന്നൊക്കെ പറയാൻ. ഈ ചുരുക്കത്തിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ത്രിശിരസും മഹോദരനും ഒക്കെ വീണു. തതസ്തു നീല പ്രതിലബ്ധ ശൈലന്ത ഉൽപ്പാട്യ സവൃക്ഷഖണ്ഡം. നീലനാണ് ആ മഹോദരനെ വധിച്ചത്. മഹോദരൻ തേന ജഘാന മൂർധന. അങ്ങനെ അവർ 2 ആൾക്കാർ കൊല്ലപ്പെട്ടു. അതേസമയം തന്നെ പിതൃവ്യം നിഹതം ദൃഷ്ട്വാ ത്രിശിരശ്ച. ഈ ദേവാന്തകന്മാരായി വീണപ്പോൾ ത്രിശിരസ് ഗമായിട്ട് യുദ്ധം ചെയ്തു. പിന്നെ ഇവരിടയ്ക്കിടയ്ക്ക് വീണു എന്ന് പറയും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എണീറ്റ് വീണ്ടും യുദ്ധം ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അതോടുകൂടി യുദ്ധം തീർന്നു. അല്ല, അവർ ചില വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് യുദ്ധം ചെയ്തു. തസ്മിൻ കഥേ ദേവരിപൗത്ര ശീർഷേ ഹനുമതാ ശക്കപരാക്രമേണ. ആ ഹനുമാൻ ഇന്ദ്രസമാനമായ പരാക്രമത്തോട് പോയി ത്രിശിരസിനെ കൊന്നു എന്ന് കണ്ടപ്പോൾ മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് ഈ വാനരന്മാരെ എതിർക്കാനായിട്ട് വന്നു. സാമാന്യം ദുർബലരും ഭീരുക്കളുമായ കുറേ രാക്ഷസന്മാർ ഓടിപ്പോയി. അപ്പോൾ മഹാപാർശ്വം വന്നു. അപ്പോൾ ഋഷഭൻ എന്ന് പറയുന്ന ആൾ, അത് വാനരൻ്റെ ഭാഗത്തുള്ള ആൾ, രാവണാനുജനായ മത്താനികൻ്റെ അടുത്ത് ചെന്നിട്ട് പർവ്വതനായ ആ വാനരനെ കണ്ടപ്പോൾ രാക്ഷസൻ ക്രുദ്ധനായിട്ട് ഗത കൊണ്ട് നെഞ്ചത്തടിച്ചു. രക്തം ധാരധാരയായി ഒഴുകി. പക്ഷെ എന്നാലും അദ്ദേഹം ബോധം വീണ്ടെടുത്തിട്ട് മഹാപാർശ്വനെ തൻ്റെ മുഷ്ടി കൊണ്ടിടിച്ചു. മഹാപാർശ്വനെയും വധിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ആളായിട്ട് കൊല്ലപ്പെട്ടു എന്നാണ് 2, 4, 72 വരെയുള്ള സർഗങ്ങളിൽ പറയുന്നതാണ്. അത് 69, 72 വരെ 4ഓളം സർഗങ്ങളിൽ നിപപാതത്തതോ മത്തോ വജ്രാഹദൈവാചല. മത്തനാകട്ടെ അടിയേറ്റിട്ട് നിലത്ത് വീണു. അസ്മിൻ കഥേ ഭ്രാതരി. അവർക്ക് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ആയുധം മേടിച്ചിട്ട് പോയി. ഇത് കഴിഞ്ഞപ്പോൾ കേമനായിരിക്കുന്ന സാക്ഷാൽ അതികായൻ വന്നു. അതികായൻ്റെ യുദ്ധം വളരെ കേമാണ്. അതികായൻ രാവണൻ്റെ മകനാണ്. അതികായൻ വെച്ചാൽ മഹാഭീകരനായിട്ടുള്ളവൻ, വേഗത്തിൽ നിന്നും കീഴടക്കാൻ പറ്റാത്തവൻ എന്നൊക്കെ പറയും. രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലുമൊക്കെ ചില മേഖലകളിൽ വളരെയധികം പർവ്വതസമാനമായ വ്യക്തിത്വമുള്ള ആളിലൊക്കെ രാഷ്ട്രീയത്തിൽ അതികായനാണെന്നൊക്കെ പറയുമല്ലോ. അതികായനത്തെ വലിയ ശരീരത്തോടു കൂടിയെന്നാണ് സാമാന്യർത്ഥം. ആരെയും ഈ ശ്രദ്ധയിൽ പെടുന്നവരും ആർക്കും അവഗണിക്കാൻ കഴിയാത്തവനും അമിത ബലവാനും ഒക്കെയാണ് ഈ അതികായൻ. പക്ഷെ അദ്ദേഹം അവസാനമായിട്ട് കൊല്ലപ്പെട്ടു എന്നുള്ളത് വേറൊരു വിഷയമാണ്. അപ്പോൾ അതികായൻ്റെ വരവ്, അതികായൻ്റെ യുദ്ധസാമർഥ്യം, അതികായനും ലക്ഷ്മണനും തമ്മിലാണ് കാര്യമായി യുദ്ധം നടന്നത്. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളികൾ, ഇതൊക്കെയാണ് 71ാമത്തെ സർഗത്തിൽ പറയുന്നത്. സ്വബലം വ്യതിതം ദൃഷ്ട്വാ തൂലല്ലോ മഹർഷണം ഭ്രാതൃംസ്തനിഹതം ദൃഷ്ട്വാ ശക്രതുല്യ പരാക്രമൻ. ഒരാളെ പറ്റി പറയുമ്പോൾ ഇയാൾ ഇന്ദ്രനെ പോലെ ബലവാനാണെന്നൊക്കെ പറയും. പക്ഷെ അവസാനം അവർ വധിക്കപ്പെടുന്നു മാത്രം. ഇത് പുരാണങ്ങളിലൊരു തമാശയാണ്. അത് കഥകളി കണ്ട് ശീലമുള്ളവർക്കറിയാം. ഈ രാക്ഷസന്മാരും അതിഗംഭീരന്മാരായ അസുരന്മാരൊക്കെ വലിയ വാഗ്വാവിളികളോട് കൂടിയിട്ട് അതികേമമായ അലർച്ചയോട് കൂടി രംഗപ്രവേശനം ചെയ്യും. അവരുടെ തെരനോട്ടൊക്കെ വളരെ കേമാണ്.
അവരുടെ പ്രതാപം, ഐശ്വര്യം, കേമത്തെ കാണിക്കാണ്. രാവണനായാലും നരകാസുരനായാലും ത്രികർത്തനായ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വരി എങ്ങനെയാണ് അധികമായിട്ടുള്ള സന്നാഹത്തോടു കൂടി പുറപ്പെടുന്നു. ആളുകൾക്ക് വലിയ രോമാഞ്ചുണ്ടാക്കുന്ന വരെയുള്ളതായ രംഗപ്രവേശമൊക്കെയാണ്. പക്ഷെ കുറേ കഴിയുമ്പോൾ നായകൻ്റെ ആയുധം ഏറ്റിട്ട് ദയനീയമായി മരിച്ചു വീഴും. അത്രയേ ഉള്ളൂ. അതുപോലെയാണ് പുരാണത്തിലെ വർണ്ണനകളൊക്കെ. പുരാണത്തിൻ്റെ ആ സമ്പ്രദായത്തിലാണ് ഈ കഥകളി മുതലായ രൂപങ്ങളിലും അത് കാണിക്കുന്നത്. ഇവിടെ അതുകൊണ്ടാണ് ശക്രതുല്യ പരാക്രമൻ എന്നൊക്കെയാണ്. ഇന്ദ്രനെ പോലെ പരാക്രമമുള്ളവനാണ്. മോശക്കാരനല്ല എന്നർത്ഥം. അതികേമനായിരിക്കുന്ന അദ്ദേഹം എൻ്റെ സഹോദരന്മാരൊക്കെ വധിക്കപ്പെട്ടു എന്നുള്ളപ്പോൾ ചുകോപച മഹാതേജ ബ്രഹ്മദത്തവരോ യുധി, ബ്രഹ്മാവിന് വരൊക്കെ നേടിയിട്ടുള്ള ആളാണ്. അധികായോ അദ്രിസങ്കാശോ ദേവദാനവദർഭ, ദേവന്മാരുടെയും മറ്റ് അസുരന്മാരുടെയൊക്കെ അഹങ്കാരം മുഴുവൻ നശിപ്പിക്കാൻ പോകുന്നവനാണ്, അധികായനാണ്. എന്നിട്ട് തേ ദൃഷ്ട ദേഹമാഹാത്മ്യം കുംഭകർണോത്ഥിത. അപ്പോൾ അതിഗംഭീരമായ ശരീരത്തോടു കൂടിയിട്ട് ഈ അധികായൻ യുദ്ധകളത്തിലേക്ക് വരുന്ന കണ്ടപ്പോൾ വാനരന്മാരൊക്കെ വിചാരിച്ചത് സാക്ഷാൽ കുംഭകർണൻ നേരത്തെ കൊല്ലപ്പെട്ടുവെങ്കിലും അയാൾ തന്നെ രണ്ടാമതും ജീവനെടുത്ത് വരികയാണോ തോന്നിപ്പോയി എന്നാണ്. അത്ര ഗംഭീരമായിരുന്നു അയാളുടെ ശരീരമൊക്കെ. അല്ല അങ്ങനെ വരുന്ന കണ്ടപ്പോൾ രാമൻ തന്നെ അത്ഭുതത്തോട് കൂടിയിട്ട് വിഭീഷണോട് ചോദിക്കുന്നുണ്ട്, ഈ വരുന്നവൻ ആരാണ്? പർവ്വതം പോലെ വലിയ ശരീരത്തോട് കൂടിയിട്ട് അത് ഈ കോസവും ചോദിക്കുകയാണ്. കോസവും പർവ്വതസങ്കാശോ ധനുഷ്മാൻ ഹരിലോചന, ഇരിക്കുന്ന കണ്ണുകളോട് കൂടിയിട്ട് ഹയസഹസ്രേണ 1000 കുതിരയത്തെ കൂട്ടി തേരിലൊക്കെയാണ് വരുന്നത്. ഇയാളാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ വിഭീഷണൻ പറഞ്ഞു, കുറച്ച് വിശദമായാണ് രാമൻ്റെ ചോദ്യമൊക്കെ. ധനുംഷിതാസ്യജാനീഹേമപൃഷ്ടാനി സർവശാ ശോഭയന്തി രഥശ്രേഷ്ഠം ശക്രജാപമിവാംബരം, ആകാശത്ത് മഴവില്ല് പോലെ ശോഭിക്കുന്ന ഈ രാക്ഷസശാർദൂലിന് ആരാണ് എന്നൊക്കെയാണ് കേമായിട്ടുള്ള ചോദ്യമാണ്. ആദക്ഷമേ മഹാഭാഗോ ത്വമേനം രാക്ഷസോത്തമം, ഈ ഉത്തമനായ രാക്ഷസൻ ആരാണെന്ന് എന്നോട് പറഞ്ഞു തരുമെന്ന് വിഭീഷണോട് പറഞ്ഞു. അധികവന്മാരായിരിക്കുന്ന ആൾ യുദ്ധത്തിന് മുമ്പോൾ അത് കുറച്ച് വിസ്തരിച്ച് വർണ്ണിക്കും സ്വാഭാവികമായിട്ടും. അതേപോലെ ഇവിടെയും വളരെ കുറച്ച് ദീർഘമാണ്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ആദക്ഷേ മഹാതേജ രാഘവായ വിഭീഷണ. രാമന് മനസ്സിലാക്കാൻ വേണ്ടി വിഭീഷണൻ പറഞ്ഞു, ദശഗ്രീവോ മഹാതേജ, ആ മഹാതേജസ്സുള്ളവനായ വൈശ്രവണാനുജനായ ആ രാമൻ, ആ രാവണൻ്റെ മകനാണിദ്ദേഹം. ഇദ്ദേഹം ഏതു തരത്തിൽ യുദ്ധം ചെയ്യാൻ സമർത്ഥനാണ്. പല ആയുധങ്ങൾ ഉപയോഗിക്കും. ഏതു തരത്തിലുള്ളതായ ഇരിപ്പിടങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അശ്വപൃഷ്ടേ നാഗപൃഷ്ടേ ഖഡ്ഗേ ധനുഷി കർഷണ, ഖഡ്ഗം കൊണ്ട്, വാള് കൊണ്ടോ ശൂലം കൊണ്ടോ കുന്തം കൊണ്ടോ അമ്പ് കൊണ്ടോ ഒക്കെ യുദ്ധം ചെയ്യാൻ വയ്ക്കുകയാണ്. യസ്യവാകുന്തമാശ്രിത്യ ലങ്ക ഭവതി നിർഭയ, ഈ അധികാരം പോലുള്ളവരുള്ളത് കൊണ്ടാണ് ലങ്ക ഭയമില്ലാണ്ട് കഴിഞ്ഞുകൂടിയത്. കേവനാണ് അർത്ഥം. ഇയാളെ ധാന്യമാലിന്യാധികായ വിധം വിദു തനയം, ഇത് ധാന്യമാലി, ചില പുസ്തകങ്ങളിലൊക്കെ ധന്യമാലി എന്നാണ് കാണുക. ഏതായാലും ആ ധന്യമാലി രാവണനുണ്ടായ മകനാണ്, മഹാകേമനാണ്. മണ്ഡോദരിയുടെ മകനല്ല എന്നർത്ഥം. അത് ഗംഭീരമായ കവചം, പടച്ചട്ടയൊക്കെ ഉണ്ട്. അമ്പ് കൊണ്ട് പൊളിക്കാൻ കഴിയാത്ത പടച്ചട്ടുണ്ട്. ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. ഇതൊക്കെ വിഭീഷണൻ വിസ്തരിച്ച് പറഞ്ഞു. ഏഷോധികായോ ബലവൻ രാക്ഷസാനാദർഷഭേ സ രാവണസുതോ ധീമൻ പറഞ്ഞു. ഇതൊക്കെ കേട്ടതിന് ശേഷം അധികാരം എടുത്തു വന്നു. അധികാരം പക്ഷെ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഈ വാനരന്മാരെ നിസ്സാരന്മാരെ ഗണിച്ചിട്ട് അവരോടൊന്നും യുദ്ധത്തിന് പുറപ്പെട്ടില്ല എന്നാണ്. കേവന്മാരായിരിക്കുന്ന രാമലക്ഷ്മണന്മാരെ തന്നെ നേരിടുമെന്ന് ചോദിച്ചിട്ടാണ് അയാൾ പുറപ്പെട്ടത്. സരാഷ്ട്രതേന്ദ്രോ ഹരിയൂഥമധ്യേ മായുധ്യമാനൻ ജഹാന എങ്കിൽ ഉൽപ്പത്തി രാമം സ ധനുക്കപാലി സഗർവിതം വാക്യമിതം ഭാഷേ. ഈ മാൻകൂട്ടത്തൊക്കെ സിംഹം എഴുതുന്ന പോലെ നിസ്സാരമായി വിട്ടിട്ട് എന്ത് ചെയ്തു? രാമനെ തന്നെ ചേർക്കാൻ പഠിച്ചെന്നു. അതൊരാൾ പറയുകയും ചെയ്തു, ഞാൻ പ്രാകൃതിമാല ആൾക്കാരോടൊന്നും യുദ്ധം ചെയ്യാനില്ല, അതുകൊണ്ട് എന്നോട് നേരിടാന്നൊക്കെ ഉള്ള ധീരന്മാരുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സൗമിത്രിയായ ലക്ഷ്മണൻ, സുമിത്രാത്മജൻ അദ്ദേഹം മുമ്പോട്ട് വന്നു. എന്നിട്ട് ആവനാടിയിൽ നിന്ന് എടുത്തിട്ട് അവൻ്റെ മുമ്പിൽ വില്ല് കൊലിച്ചു തന്നു. അപ്പോൾ ലക്ഷ്മണനെ കണ്ടപ്പോൾ അധികാരൻ ഒരു പരിഹാസഭാഗത്ത് നീ ഒരു കുട്ടിയാണെന്നുള്ള മട്ടിൽ പറഞ്ഞു,
നീ ഒരു ബാലനാണ്, വിക്രമത്തിന് വേണ്ടത്ര വൈദഗ്ധ്യമില്ലാത്തവനാണ്, അവൾ പൊയ്ക്കൊള്ളൂ, എന്നോട് നേരിട്ടാൽ നിനക്ക് നേരെയാവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എഴുതി വിടുന്ന ശരങ്ങളൊന്നും നേരിടാൻ നിനക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ യുദ്ധത്തിൽ പല രംഗങ്ങളിലും നമ്മൾ കാണാറുള്ള വെല്ലുവിളിയും അവകാശവാദങ്ങളൊക്കെയാണ്. സൗമിത്രി ലക്ഷ്മണൻ പറഞ്ഞു, അല്ലയോ അതിയായ, വാക്കുകൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത്, വാക്കിലല്ല സാമർഥ്യം കിടക്കുന്നത്, യുദ്ധത്തിൻ്റെ സാമർഥ്യമൊക്കെ ആയുധപ്രയോഗത്തിലാണ്. അതുകൊണ്ട് നീ വാക്ക് പറഞ്ഞൊന്നും ഏറ്റിട്ട് വീരനാവുന്നില്ല എന്ന് പറയാണ്. കർമ്മണ സോദയാത്മാന വികത്തിതുമർഹസി. വെറുതെ വമ്പ് പറഞ്ഞുകൊണ്ട് എന്താണ് ആയുധപ്രയോഗം വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഗംഭീരമായ യുദ്ധം തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി. അധികായ പ്രതിക്രോധ ബാണഞ്ചോത്തമമാതേ. അധികാരൻ ക്രോധത്തോടു കൂടിയിട്ട് ഉത്തമമായ അമ്പൊക്കെ എടുത്തു. ലക്ഷ്മണായ പ്രതിക്ഷേപ, ലക്ഷ്മണൻ്റെ നേർക്ക് എഴുതി വിട്ടു. ആ സമയത്ത് മുഖ്യന്മാരും ദേവന്മാരൊക്കെ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ആകാശം അണിനിരന്നു. ലക്ഷ്മണൻ അർദ്ധചന്ദ്രാസ്ത്രം കൊണ്ട് ഈ അധികായൻ്റെ അസ്ത്രത്തെ മുറിച്ചു കളഞ്ഞു. അപ്പോൾ അധികായൻ 5 ബാണങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് ചെയ്തു. അതിനെ മുഴുവൻ ലക്ഷ്മണൻ നേരിടുകയും ചെയ്തു. തനിക്കടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അതിനെയൊക്കെ മുറിച്ചു കളഞ്ഞു. അപ്പോൾ പിന്നെ ജ്വലിക്കുന്നൊരു ബാണ ലക്ഷ്മണൻ അധികാരൻ്റെ നേർക്ക് തൊടുത്തു വിടുകയും ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പ് പ്രയോഗിച്ചിരിക്കെ ലക്ഷ്മണൻ രാക്ഷസൻ ഈ അധികാരൻ്റെ നെറ്റിത്തടത്തിലേക്ക് ഒരു അമ്പ് ചെയ്ത് കൊള്ളിച്ചു. ലക്ഷ്മണൻ അമ്പേറ്റിട്ട് തൽക്കാലത്തേക്ക് ആ അധികാരൻ കുലുങ്ങിപ്പോയി എന്നാണ്. ത്രിപുരഗോപുരം പോലെ കുലുങ്ങിപ്പോയി എന്നൊക്കെയാണ് കവി പറയുന്നത്. ത്രിപുരന്മാർ മഹാദേവന്മാരെ അസുരന്മാരായിരുന്നു. ത്രിപുരഗോപുരം എന്നാണ്. രുദ്രബാണഹതഘോരം. പണ്ട് പരമശിവനാണ് ത്രിപുരന്മാരെ ദഹിപ്പിച്ചത്. ആ രുദ്രൻ്റെ ബാണമേറ്റ് കുലുങ്ങിപ്പോയ ത്രിപുരന്മാരുടെ ഗോപുരം പോലെ കുലുങ്ങിപ്പോയി. അങ്ങനെ യുദ്ധം നിർത്തുകയും ചെയ്തില്ല. അവർ വീണ്ടും അങ്ങനെ യുദ്ധം ചെയ്തു. ഇങ്ങനെ 1, 3, 5, 7 എന്നിങ്ങനെ പെരുക്കങ്ങളായിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ചു. അതൊക്കെ പരസ്പരം ഇത് മുറിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വലിയ ഒരു അമ്പെടുത്തിട്ട് ആ അധികായൻ ലക്ഷ്മണനൊക്കെ പ്രയോഗിച്ചു. ലക്ഷ്മണൻ്റെ മാറിൽ തന്നെ അത് കൊണ്ടു. മാറിൽ നിന്ന് രക്തമൊഴുകി. തൽക്കാലത്തെ അദ്ദേഹം ക്ഷീണിക്കുന്ന പോലെ തോന്നി. പക്ഷെ അതൊക്കെ മറികടന്നിട്ട് വലിയ തീക്ഷ്ണങ്ങളായ ശരങ്ങളെടുത്തിട്ട് ധനുസിൽ പ്രയോഗിച്ചിട്ടെടുത്തു. അപ്പോൾ രൗദ്രാസ്ത്രം പ്രയോഗിച്ചു. രൗദ്രാസ്ത്രത്തെ ഇങ്ങനെ ഓരോരോ അസ്ത്രത്തിനും പ്രത്യായുധമായിട്ട് പല അസ്ത്രങ്ങളുണ്ട്. ഐന്ദ്രാസ്ത്രം ചെയ്തു. ഐഷികാസ്ത്രം ഉപയോഗിച്ചപ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ ഐന്ദ്രാസ്ത്രം എടുത്ത് ഉപയോഗിച്ചു. അപ്പോൾ അതിനെ എന്നിട്ട് യാമ്യാസ്ത്രം പ്രയോഗിച്ചു രാവണപുത്രനായ അധികായൻ. ആ സമയത്ത് യാമ്യാസ്ത്രത്തെ നേരിടാൻ വേണ്ടിയിട്ട് വായവ്യാസ്ത്രം കൊണ്ട് ലക്ഷ്മണനെ തടഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസിദ്ധങ്ങളായ അസ്ത്രങ്ങളാണ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു. ആ സമയത്താണ് ആൾക്കാർ ഇദ്ദേഹത്തെ വായുദേവൻ തന്നെ വന്നിട്ട് ഈ ലക്ഷ്മണനോട് പറഞ്ഞു. വായു ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷമായിട്ട് പറയുകയാണ്. കാരണം ദേവന്മാർക്കൊക്കെ രാമപക്ഷം ജയിക്കണമെന്ന് വിചാരമുണ്ട്. അതുകൊണ്ട് അവർ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, അയാളോട് നിസ്സാരങ്ങളായ അസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അയാൾക്ക് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹമുണ്ട്. അയാളുടെ കവചങ്ങൾ മാർച്ചട്ടകളൊന്നും പൊളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സമാധേവാണമസുഗ്രവേഗം തത് ബ്രഹ്മവസ്ത്രം സഹസാ നിയുജ്യ. ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ അയാളെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ വലിയ താമസമില്ല. സൗമിത്രിണ ബാണവരേച്ച് താഗ്രേ. സൗമിത്രി കേമമായിരിക്കുന്ന ആ വില്ലെടുത്തിട്ട് അതിൽ അസ്ത്രം തൊടുത്തു. മന്ത്രം കൊണ്ട് അതിനെ യോജിപ്പിച്ചു. എന്നിട്ട് ആ ബ്രഹ്മാസ്ത്രം വളരെ കേമാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടിപ്പോകുന്നതായിട്ടൊക്കെ പുരാണങ്ങളിൽ വർണ്ണനയുണ്ട്. അവരിവിടെയും പറയുകയാണ്, ആ യോജിപ്പിച്ച സൂര്യനും ചന്ദ്രനും മഹാഗ്രഹങ്ങളും ഒക്കെ നടുങ്ങി, ഭൂമിയിൽ വലിയ വെള്ളലുണ്ടായി. അത്ര കേമായിരിക്കുന്ന ബ്രഹ്മാസ്ത്രം പ്രത്യസ്ത്രങ്ങളൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ളതായ ബ്രഹ്മാസ്ത്രം ഊക്കോടുകൂടി ഇത് വിട്ടു. ആ ഇത് വിട്ടപ്പോൾ ഗരുഡൻ്റെ വേഗത്തോടു കൂടി ആ അമ്പ് എന്നിട്ട് അധികാരന് നേരെ ചെന്നു. അയാൾ പക്ഷേ കുലുക്കൊന്നുമില്ലാതെ, മരിക്കുന്നതിനെക്കുറിച്ച് ഭയമൊന്നുമില്ലാതെ വേല്, ഗദ, കഠാരം, ശൂലം മുതലായതൊക്കെ ഇങ്ങോട്ട് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലവത്തായില്ല. അങ്ങനെ ലക്ഷ്മണൻ്റെ അതികേമമായിരിക്കുന്ന ബ്രഹ്മാസ്ത്രം ഇട്ടിട്ട് അധികാരൻ്റെ കിരീടണിഞ്ഞതായ തല താഴെ വീണു. അതോടുകൂടി മരിക്കുകയും ചെയ്തു. വലിയ പർവ്വതശൃംഗം പോലെ വീണു. ഇങ്ങനെ അധികാരൻ കൊല്ലപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഈ രാക്ഷസന്മാരൊക്കെ 4 പുറകെ ഓടി. സാധാരണ ഓരോ യുദ്ധവും
തൽക്കാലം സമാപിക്കുമ്പോൾ അങ്ങനെ പറയും. അതുപോലെ അതിബലമതികായമഭ്രകൽപ്പം യുധി വിനിപത്യ സലക്ഷണ പ്രകൃഷ്ട. അതികേമനായിരിക്കുന്ന ആ അതികായന ലക്ഷണം കൊന്നുള്ളപ്പോൾ രാമൻ്റെ അകത്തുള്ളവരൊക്കെ സന്തോഷിച്ചു. വാനരന്മാർക്കൊക്കെ അഭിനിവഹൈച്ച സുപൂജിതാജഗാമ. കവികൾ വാനരന്മാരൊക്കെ ആ ലക്ഷ്മണനെ പൂജിച്ചു. അങ്ങനെ പൂജിക്കപ്പെട്ടവൻ ആ ലക്ഷ്മണൻ ശോഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ് 71ാമത്തെ സർഗം കഴിഞ്ഞത്. ഇനി പറയാനിരിക്കുന്നത് ഇന്ദ്രജിത്ത് വീണ്ടും വരുന്നതും ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് സകലരെയും ബന്ധിക്കുന്നതും ആ ബ്രഹ്മാസ്ത്ര ബന്ധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ ജാമ്പവൻ്റെ ഒക്കെ ഉപദേശപ്രകാരം ഔഷധങ്ങൾ കൊണ്ടുവരുന്നതൊക്കെയാണ് പ്രസിദ്ധമായ ഭാഗങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞാലാണ് ഇന്ദ്രജിത്ത് വധം. ആ ഭാഗങ്ങളൊക്കെ തുടർന്ന് കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.